RLV രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപവുമായി കലാമണ്ഡലം സത്യഭാമ ജൂനിയർ. വിവാദമായത് യൂട്യൂബ് ചാനലിലെ പരാമർശം. നിയമ നടപടി സ്വീകരിക്കുമെന്ന് RLV രാമകൃഷ്ണൻ. രാമകൃഷ്ണന് പിന്തുണയുമായി മന്ത്രിമാർ. സത്യഭാമയെ തള്ളി കേരള കലാമണ്ഡലം. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തി. വ്യക്തിപരവും പൊതുവായ കാര്യങ്ങളുമാണ് സംസാരിച്ചതെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ഏർപ്പെടുത്തിയ വൺ വേ സംവിധാനം പിൻവലിച്ചു. വ്യാപാരികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് വൺ വേ പിൻവലിച്ചത്. കാട് കയറി നശിച്ചുകൊണ്ടിരുന്ന അയ്യന്തോൾ കുട്ടികളുടെ പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച നവീകരണ പദ്ധതി പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ ധനകാര്യ ബാങ്കാണ് പണികൾ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് 6180 രൂപയായി. 49,440 രൂപയാണ് ഒരു പവന്റെ വില. കനത്ത ചൂടിൽ നാട്ടിക പള്ളം ബീച്ചിൽ വിരിഞ്ഞിറങ്ങിയ കടലാമ കുഞ്ഞുങ്ങളെ ചത്ത നിലയിൽ കണ്ടെത്തി. 100-ലധികം കടലാമ കുഞ്ഞുങ്ങളെയാണ് ചുട്ടുപഴുത്ത മണലിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വാർത്തകൾ വിശദമായി. നർത്തകനും നൃത്ത അധ്യാപകനും അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരനുമായ ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം. നർത്തകിയായ കലാമണ്ഡലം സത്യഭാമ ജൂനിയറാണ് യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിനെതിരെ ജാതി അധിക്ഷേപം നടത്തിയത്. മോഹിനിയായിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന വ്യക്തികൾ. സൗന്ദര്യമുള്ള പുരുഷന്മാരാണ് മോഹിനിയാട്ടം കളിക്കേണ്ടത്. RLV രാമകൃഷ്ണന് കാക്കയുടെ നിറമാണ്. അദ്ദേഹത്തെ മോഹിനിയാട്ടത്തിന് കൊള്ളില്ലെന്നും കലാമണ്ഡലം സത്യഭാമ പരാമർശിച്ചു. ഈ ജാതി അധിക്ഷേപത്തിനെതിരെ RLV രാമകൃഷ്ണൻ രംഗത്തെത്തി. കലാമണ്ഡലം എന്ന അതുല്യനാമം പേരോട് ചേർത്ത ഒരു കലാകാരി വീണ്ടും വീണ്ടും ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. തനിക്ക് കാക്കയുടെ നിറമാണ് എന്നും തന്നെ കണ്ടാൽ പെറ്റ തള്ളപ്പോലും സഹിക്കില്ല എന്നും ഇവർ പറഞ്ഞു. ഇതാദ്യമായല്ല കലാമണ്ഡലം സത്യഭാമ തന്നെ അധിക്ഷേപിക്കുന്നത്. താൻ മോഹിനിയാട്ട രംഗത്ത് നിലകൊള്ളുന്നതും മോഹിനിയാട്ടത്തിൽ PhD എടുക്കുന്നതിലും ഇവർക്ക് താൽപര്യമില്ലായിരുന്നു. ഇങ്ങനെയുള്ള വ്യക്തികൾ കാരണം ഒരു പട്ടികജാതി കലാകാരന് നൃത്തരംഗത്ത് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്നുള്ളത് എന്നും അദ്ദേഹം പ്രതികരിച്ചു. നിയമ നടപടിക്ക് ഒരുങ്ങുന്നതായും RLV രാമകൃഷ്ണൻ പറഞ്ഞു. അപ്പം നിരന്തരം ഞാനിത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കലാഭവൻ മണി എന്നൊരു വ്യക്തിക്ക് സിനിമയിൽ എന്താണ് ഉണ്ടായതിൻ്റെ അപ്പുറത്താണ് ഇവിടെ നൃത്തരംഗത്ത്. നമ്മളൊരു സെലിബ്രിറ്റി അല്ലാത്തത് കൊണ്ട് ഇതൊന്നും പുറത്തേക്ക് അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാരോടുള്ള ഇവരുടെ ഒരു എന്താ പറയുക മ്ലേച്ഛമായ രീതിയിലുള്ള ഇവരുടെ ഇഷ്ടക്കുറവ് ഇത് എനിക്ക് കലാമണ്ഡലത്തിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ഇവർ വീണ്ടും പബ്ലിക്കിന് മുമ്പിൽ ഇത് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഇത് ഒരു നിയമവ്യവസ്ഥയ്ക്ക് മുമ്പിൽ തന്നെ ഇവർ നിന്ന് പറയുമ്പോൾ ഈ യുഗത്തിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നതെന്നുള്ള ബോധ്യം അവർക്ക് ഇല്ലാതെയായിപ്പോയി. അത് എന്താ പറയുക ഇനി വളർന്നു വരുന്ന കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള കലാകാരന്മാർ, പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ്ഗ കുടുംബത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ഭാഗമാണ്. കറുത്തവർ എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരുണ്ട്. അവർക്കൊന്നും നൃത്തം ചെയ്യാൻ പാടില്ല, സുന്ദരികളായിട്ടുള്ള ആൾക്കാർ മാത്രമേ നൃത്തം ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള ഇവരുടെ ഈ നിലപാട് അതിൽ കടുത്ത എന്താ പറയുക പ്രതിഷേധം തന്നെ രേഖപ്പെടുത്തുകയാണ്. അതിന് നിയമപരമായി തന്നെ നമ്മൾ മുന്നോട്ട് പോകും. വ്യക്തിപരമായിട്ടല്ലെങ്കിൽ പോലും വ്യക്തിപരമായി ഞാൻ പോകുന്നുണ്ട്. അതോടൊപ്പം തന്നെ സമൂഹത്തിന് വേണ്ടി ഞാൻ ഇറങ്ങും. ഈ കറുത്തവർക്ക് വേണ്ടി ജയിലിൽ പോയി കിടക്കാനും തയ്യാറാണ്. അതേസമയം കലാ സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ നിന്ന് നിരവധി പേരാണ് RLV രാമകൃഷ്ണന് പിന്തുണ അറിയിച്ച് രംഗത്തെത്തിയത്. RLV രാമകൃഷ്ണന് പിന്തുണയുമായി മന്ത്രിമാർ. പുഴുക്കുത്തു പിടിച്ച മനസ്സുകളുള്ളവർ എന്തും പറയട്ടെ. നിങ്ങൾ മോഹിനിയാട്ടത്തിന്റെ ചരിത്രം തിരുത്തിയെഴുതിയ പ്രതിഭാധനൻ ആയ കലാകാരനാണെന്ന് മന്ത്രി R ബിന്ദു ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചു. ഫ്യൂഡൽ കാലഘട്ടത്തിൽ രൂപം കണ്ട മോഹിനിയാട്ടത്തെ കാലാഹരണപ്പെട്ട മൂല്യബോധത്തിന്റെ മാറാല കിട്ടിയ പഴങ്കോട്ടകളിൽ നിന്ന് വിമോചിച്ചിരിക്കുകയാണ് RLV രാമകൃഷ്ണൻ ചെയ്തതെന്ന് മന്ത്രി പറഞ്ഞു. സത്യഭാമ മാപ്പ് പറയണമെന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. സത്യഭാമയുടെ പ്രസ്താവന അപലപനീയമെന്ന് മന്ത്രിമാരായ K രാധാകൃഷ്ണൻ, V ശിവൻകുട്ടി എന്നിവർ പറഞ്ഞു. കലാമണ്ഡലം സത്യഭാമയുടെ പ്രസ്താവനകളെ അപലപിച്ച് കേരള കലാമണ്ഡലം. പരിഷ്കൃത സമൂഹത്തിന് നിരക്കാത്ത പ്രസ്താവനകളാണ് സത്യഭാമയുടേത്. ഒരു പൂർവ്വ വിദ്യാർത്ഥിനി എന്നതിനപ്പുറം സത്യഭാമയുമായി കലാമണ്ഡലത്തിന് ഒരു ബന്ധവുമില്ല. ഈ രീതിയിൽ പ്രതികരിക്കുന്നവർ പേരിനൊപ്പം കലാമണ്ഡലം എന്ന പേര് ചേർക്കുന്നത് കലാമണ്ഡലത്തിന് തന്നെ കളങ്കമാണെന്ന് വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ, രജിസ്ട്രാർ P രാജേഷ് കുമാർ എന്നിവർ പ്രസ്താവനയിൽ പറഞ്ഞു. ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെ കലാമണ്ഡലം സത്യഭാമ നടത്തിയ അധിക്ഷേപത്തിൽ പ്രതിഷേധിച്ച് സനീഷ് കുമാർ ജോസഫ് MLA യുടെ നേതൃത്വത്തിൽ ചാലക്കുടിയിൽ കോൺഗ്രസ് പ്രവർത്തകർ പ്രകടനം നടത്തി.
കോൺഗ്രസ് ഓഫീസ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം സൌത്ത് ജംഗ്ഷനിലെ മേൽപ്പാലത്തിനടിയിലുള്ള കലാഭവൻ മണി സ്മാരക ഓട്ടോ സ്റ്റാൻഡിൽ സമാപിച്ചു. നഗരസഭാ ചെയർമാൻ എബി ജോർജ്, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ വി.ഒ. പൈലപ്പൻ, എം.ടി. ഡേവിസ് തുടങ്ങിയവർ സംസാരിച്ചു. ജാതീയ അവഹേളനം പ്രകടമാക്കുന്ന പ്രസ്താവന പിൻവലിക്കണമെന്നും സത്യഭാമയെ അറസ്റ്റ് ചെയ്യണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ജാതീയ അധിക്ഷേപത്തിനിരയായ ഡോക്ടർ ആർ.എൽ.വി. രാമകൃഷ്ണന് ഐക്യദാർഢ്യവുമായി ഡിവൈഎഫ്ഐ ചാലക്കുടി ബ്ലോക്ക് കമ്മിറ്റി കലാകാരന്മാരുടെ സംഗമവും പ്രതീകാത്മക മോഹിനിയാട്ടം അവതരണവും സംഘടിപ്പിച്ചു. ചേനത്തുനാട് രാമൻ സ്മാരക കലാഗൃഹത്തിൽ നടന്ന സംഗമം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി.കെ. സനോജ് ഉദ്ഘാടനം ചെയ്തു. 100 വർഷം മുൻപ് സാംസ്കാരിക കേരളം ആട്ടിപ്പായിച്ച വർണ്ണവെറിയെ തിരികെ എത്തിക്കാനുള്ള ഗൂഢശ്രമങ്ങളാണ് നർത്തകി കലാമണ്ഡലം സത്യഭാമയുടെ വാക്കുകളിലൂടെ പുറത്തുവന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകും. ആർ.എൽ.വി. രാമകൃഷ്ണന് സംരക്ഷണം നൽകുമെന്നും ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. നൃത്തങ്ങൾ ശാസ്ത്രീയമായി അഭ്യസിച്ചാണ് താൻ ഡോക്ടറേറ്റ് അടക്കമുള്ള പദവികൾ നേടിയതെന്നും ഇതിനെതിരെ സത്യഭാമ പ്രകടിപ്പിച്ച അഭിപ്രായങ്ങൾ സ്ത്രീകൾക്കും അപമാനം വരുത്തുന്നതാണെന്ന് ചടങ്ങിൽ പങ്കെടുത്ത രാമകൃഷ്ണൻ പറഞ്ഞു. സിപിഎം ഏരിയ സെക്രട്ടറി കെ.എസ്. അശോകൻ, മേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എം.എസ്. സുനിത, കവി ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ തുടങ്ങിയവർ സംസാരിച്ചു. സിപിഎം ജില്ലാ സെക്രട്ടറി എം.എം. വർഗീസ് രാമകൃഷ്ണനെ സന്ദർശിച്ചു. ഡോക്ടർ ആർ.എൽ.വി. രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപം നടത്തിയ കലാമണ്ഡലം സത്യഭാമയ്ക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഭാരതീയ ദളിത് കോൺഗ്രസ് പ്രവർത്തകർ തൃശൂരിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തൃശൂർ നടുവിലാൽ പരിസരത്ത് നിന്ന് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിലേക്ക് നടത്തിയ പ്രതിഷേധ മാർച്ച് ദളിത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ.എസ്. ബൈജു ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് സതീഷ് അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ എം.കെ. രാജേഷ് കുമാർ, ധന്യചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഭാരവാഹികളായ പി.വി. രാജു, സി.കെ. വിനോദ്, വാസു വളാഞ്ചേരി, ഗണേഷ് പണിക്കൻ തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ആർ.എൽ.വി. രാമകൃഷ്ണനെ ബി.ജെ.പി. സംസ്ഥാന സെക്രട്ടറി എ. നാഗേഷ് സന്ദർശിച്ച് പിന്തുണയറിയിച്ചു. കലാകാരന് ജാതിമത വർണ്ണ വ്യത്യാസങ്ങളില്ലെന്നും സത്യഭാമയുടെ പ്രതികരണം ദൌർഭാഗ്യകരമെന്നും നാഗേഷ് പറഞ്ഞു. ഡോക്ടർ ആർ.എൽ.വി. രാമകൃഷ്ണന് നേരെ ജാതി അധിക്ഷേപം നടത്തിയ നൃത്ത അധ്യാപിക സത്യഭാമയ്ക്കെതിരെ ഉചിത നടപടി സ്വീകരിക്കണമെന്ന് തൃശൂർ സെക്യുലർ ഫോറം ആവശ്യപ്പെട്ടു. അവർണജാതിയോടും കറുത്ത വർണ്ണത്തോടുമുള്ള അധിക്ഷേപം മാത്രമല്ല, ലിംഗവിവേചനം കൂടി സത്യഭാമയുടെ വാക്കുകളിലുണ്ട്. അദ്ദേഹത്തിന്റെ ആകാരത്തെയും അമ്മയെയും വരെ അവർ അവഹേളിച്ചു. സാംസ്കാരിക കേരളത്തിനും കലാമണ്ഡലത്തിനും അപമാനമാണ്. സത്യഭാമയ്ക്കെതിരെ ഉചിതമായ നടപടി അധികൃതർ സ്വീകരിക്കണമെന്ന് സെക്യുലർ ഫോറം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും ഗോവ ഗവർണർ പി.എസ്. ശ്രീധരൻപിള്ളയും തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തി. 3/4 മണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയിൽ ആർ.എസ്.എസ്. ഉത്തര കേരള പ്രാന്ത കാര്യവാഹക് പി.എൻ. ഈശ്വരൻ, വിഭാഗ് കാര്യവാഹക് ഉണ്ണികൃഷ്ണൻ എന്നിവരും പങ്കെടുത്തു. മണിപ്പൂർ വിഷയം ചർച്ച ചെയ്തില്ലെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആൻഡ്രൂസ് താഴത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. വ്യക്തിപരവും പൊതുവായ കാര്യങ്ങളും മാത്രമാണ് സംസാരിച്ചതെന്ന് ആൻഡ്രൂസ് താഴത്ത് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അപ്പം ഒരു കുശലങ്ങളൊക്കെ ഒന്ന് പറയാം. മണിപ്പൂർ ഒരു ഇഷ്യൂ അല്ല. നാഷണൽ ബിൽഡിംഗ് ഇപ്പോഴത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങൾ സംസാരിച്ച് സന്തോഷം. ഞാൻ പിതാവിനോട് ഇത്തരം ഒരു അവസരം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ ക്രൈസ്തവ സമുദായം നേരിടുന്ന പ്രതിസന്ധിയെ കുറിച്ച് സംസാരിച്ചില്ല എന്ന് പറഞ്ഞ ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ വ്യക്തിപരമായ കാര്യങ്ങളുണ്ട്, പൊതുവായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഞങ്ങൾ ഇതെല്ലാം സംസാരിക്കും. ഈ ക്രൈസ്തവ സഭ നേരിടുന്ന പ്രയാസങ്ങൾക്ക് ഒരു പരിഹാരം അദ്ദേഹം മുൻകൈയെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ല, ഞങ്ങളിപ്പോൾ അങ്ങനത്തെ വിഷയങ്ങളല്ല സംസാരിക്കുന്നത്. ഞങ്ങളുടെ വ്യക്തിപരമായ ബന്ധങ്ങൾ, പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ സംസാരിക്കും. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ഏർപ്പെടുത്തിയ വൺ വേ സംവിധാനം പിൻവലിച്ചു. പോസ്റ്റ് ഓഫീസ് റോഡിലെ വ്യാപാരികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് ഞായറാഴ്ച മുതൽ ഏർപ്പെടുത്തിയ വൺ വേ സംവിധാനം പിൻവലിച്ചത്. നഗരത്തിലെ ഗതാഗത പരിഷ്കാരം നടപ്പാക്കുന്ന ട്രാഫിക് റെഗുലേറ്ററി അതോറിറ്റിയുടെ തീരുമാനപ്രകാരം മേയർ ട്രാഫിക് പോലീസിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞായറാഴ്ച മുതൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്തിയത്.
പുതിയ പരിഷ്കാരത്തിനെതിരെ വ്യാപാരികൾ മേയർക്കും സിറ്റി പോലീസ് കമ്മീഷണർക്കും പരാതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വൺ വേ സംവിധാനം പിൻവലിക്കാൻ മേയർ നിർദ്ദേശം നൽകിയത്. ഇതിനു മുൻപും ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ വൺ വേ സംവിധാനം ഏർപ്പെടുത്തി പരാജയപ്പെട്ടിരുന്നു. വൺ വേ പിൻവലിച്ചതോടെ ഇതുവഴി ഇരുവശത്തേക്കും വാഹനങ്ങൾക്ക് കടന്നുപോകാം. കാടുകയറി നശിച്ചുകൊണ്ടിരുന്ന അയ്യന്തോൾ കുട്ടികളുടെ പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. പാർക്ക് ഉടൻ കുട്ടികൾക്കായി തുറന്നുകൊടുക്കും. കളക്ടറേറ്റിനു മുന്നിലെ കുട്ടികളുടെ പാർക്കിൽ ശുചീകരണ പ്രവൃത്തികൾ വേണ്ട രീതിയിൽ നടക്കാതിരുന്നതിനാൽ കുട്ടികളെയും കൊണ്ട് കയറാൻ ആളുകൾ ഭയക്കുന്ന സ്ഥിതിയിലായിരുന്നു. ലൈറ്റുകൾ പലതും കേടായതിനാൽ വൈകുന്നേരങ്ങളിൽ ആവശ്യത്തിന് വെളിച്ചമുണ്ടായിരുന്നില്ല. റവന്യൂ വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള പാർക്കിൽ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 30 ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ആരംഭിച്ചിരുന്നെങ്കിലും പണി ഇടയ്ക്കുവെച്ച് നിന്നു പോവുകയായിരുന്നു. പാർക്കിന്റെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ട തൃശൂർ ആസ്ഥാനമായ പ്രമുഖ സ്വകാര്യ ബാങ്കാണ് CSR ഫണ്ട് ഉപയോഗിച്ച് നവീകരണ പ്രവൃത്തികൾ പൂർത്തിയാക്കിയത്. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിൽ. ഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് 6180 രൂപയായി. 49,440 രൂപയാണ് ഒരു പവന്റെ വില. വരും ദിവസങ്ങളിലും സ്വർണ്ണവില ഉയരുമെന്നാണ് സൂചന. കഴിഞ്ഞ 3 ആഴ്ചയ്ക്കിടെ 3000 രൂപയിലധികമാണ് വർദ്ധിച്ചത്. നാട്ടിക പള്ളം ബീച്ചിൽ വിരിഞ്ഞിറങ്ങിയ കടലാമ കുഞ്ഞുങ്ങൾ കനത്ത ചൂടിൽ ചത്ത നിലയിൽ കണ്ടെത്തി. 120ഓളം കടലാമ കുഞ്ഞുങ്ങളെയാണ് ചുട്ടുപഴുത്ത മണലിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ബീച്ചിലെത്തിയ പൊതുപ്രവർത്തകരായ ആഘോഷ് പള്ളത്ത് ഉൾപ്പെടെയുള്ളവരാണ് കടലാമ കുഞ്ഞുങ്ങൾ കനത്ത ചൂടേറ്റ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. വിരിഞ്ഞ കടലാമ കുഞ്ഞുങ്ങളിൽ 100ഓളം കുഞ്ഞുങ്ങൾ കനത്ത ചൂടിനെയും മറികടന്ന് കടലിലേക്ക് പോയിട്ടുണ്ടാകുമെന്നാണ് കരുതുന്നത്. കടലാമ കുഞ്ഞുങ്ങൾ കടലിലേക്ക് തിരികെ പോകാൻ ശ്രമിച്ചതിന്റെ അടയാളങ്ങളും ബീച്ചിലുണ്ട്. ഗുരുവായൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ബസ് ശരീരത്തിലൂടെ കയറി സ്ത്രീക്ക് ദാരുണാന്ത്യം. അമല സ്വദേശിനി 50 വയസ്സുള്ള ഷീലയാണ് മരിച്ചത്. പാലക്കാട് ഗുരുവായൂർ റൂട്ടിലോടുന്ന കൃഷ്ണാസ് എന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. യാത്രക്കാരുമായി ബസ് സ്റ്റാൻഡിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങിയ ബസ് ഇടിച്ചു വീണ ഷീലയുടെ തലയിലൂടെ ബസിന്റെ മുൻചക്രം കയറുകയായിരുന്നു. ഷീല സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. യാത്രക്കാരും പോലീസും ചേർന്ന് 15 മിനിറ്റോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മൃതദേഹം പുറത്തെടുത്തത്. ടെമ്പിൾ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. മാള ഫൊറോന പള്ളി, പൊയ്യ സെയിന്റ് സെബാസ്റ്റ്യൻസ് പള്ളി എന്നിവിടങ്ങളിൽ ഓഫീസ് കുത്തി തുറന്ന് മോഷണം നടത്തിയ പ്രതിയുടെ അറസ്റ്റ് മാള പോലീസ് രേഖപ്പെടുത്തി. അടിമാലി വടക്കിയായിരം സ്വദേശി ചക്കിയങ്കൻ വീട്ടിൽ പത്മനാഭനെയാണ് മാള SHO സുനിൽ പുളിക്കൽ അറസ്റ്റ് ചെയ്തത്. ഇയാളെ മറ്റൊരു കേസിൽ പെരുമ്പാവൂർ പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ജനുവരി 21-ന് പൊയ്യ പള്ളിയിൽ നിന്ന് 27,000 രൂപയും ഫെബ്രുവരി 26-ന് മാള പള്ളിയിൽ നിന്ന് 30,000 രൂപയും ഇയാൾ മോഷ്ടിച്ചിരുന്നു. SIമാരായ KM സൈമൺ, CK സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് മോഷണ കേസുകളിൽ അന്വേഷണം നടത്തിയത്. ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ് 2ാം ഘട്ട പര്യടനം തുടങ്ങി. കോട്ടപ്പുറം ബിഷപ്പ് ഹൌസ് സന്ദർശനത്തോടെയായിരുന്നു 2ാം ഘട്ട പര്യടനത്തിന് പ്രൊഫസർ C രവീന്ദ്രനാഥ് തുടക്കം കുറിച്ചത്. ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിലുമായുള്ള സൌഹൃദ സംഭാഷണത്തിന് ശേഷം സ്ഥാനാർത്ഥി കോട്ടപ്പുറം ചന്തയിലെത്തി വ്യാപാരികളോടും തൊഴിലാളികളോടും വോട്ട് അഭ്യർത്ഥിച്ചു. തുടർന്ന് വിവിധ വിദ്യാലയങ്ങളും സർക്കാർ ഓഫീസുകളും സന്ദർശിച്ചു. രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും നിലനിൽക്കുവാൻ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്ന് കാക്കനാടൻ പുരസ്കാര ജേതാവ് പ്രൊഫസർ VG തമ്പി പറഞ്ഞു. LDF പാട്ടുരാക്കൽ മേഖലാ കൺവെൻഷനിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് A സിയാവുദ്ദീൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. TV ഉല്ലാസ് അധ്യക്ഷത വഹിച്ചു. AR കുമാരൻ, M ഗിരീശൻ, അജയഘോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ പ്രൊഫസർ VG തമ്പിയെ ആദരിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ സമയത്ത് ഫണ്ട് അനുവദിക്കാത്തതിലൂടെയും അനാവശ്യ ട്രഷറി നിയന്ത്രണത്തിലൂടെയും കോടികളുടെ വികസന പദ്ധതികളാണ് ജില്ലയ്ക്ക് നഷ്ടമാകുന്നതെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ മറവിൽ ഇതിന്റെ ഉത്തരവാദിത്തം സർക്കാർ ചർച്ചയാക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. വികസന ഫണ്ടിന്റെയും മെയിന്റനൻസ് ഗ്രാന്റിന്റെയും 2 ഗഡുക്കൾ മാത്രമാണ് സർക്കാർ അനുവദിച്ചത്. ജൂലൈയിൽ അനുവദിക്കേണ്ട തുക അനുവദിച്ചത് നവംബറിലാണ്. അവശ്യകാര്യങ്ങൾക്കുള്ള തുകയൊഴിച്ച് മറ്റ് കാര്യങ്ങൾക്ക് 50,000 രൂപയ്ക്ക് മുകളിലുള്ള ചെക്കുകൾ മാറി ലഭിക്കാത്തതിനാൽ കരാറുകാർ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുകയാണ്. ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി ചിലവ് കേവലം 42.90% മാത്രമാണ്. ഇനി ശേഷിക്കുന്നത് 10 ദിവസം മാത്രമാണ്. കഴിഞ്ഞ വർഷം മാർച്ച് മാസം 29-നാണ് 3ാം ഗഡു അനുവദിച്ചതെന്നും ജോസഫ് ടാജറ്റ് ചൂണ്ടിക്കാട്ടി.
ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീസ് നൽകാതെ അരിമ്പൂർ പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന 2 വില്ലേജ് ഓഫീസുകൾക്ക് നോട്ടീസ് നൽകാനൊരുങ്ങി അരിമ്പൂർ പഞ്ചായത്ത്. ഹരിതകർമ്മസേനാംഗങ്ങളുടെ പരാതിയിലാണ് പഞ്ചായത്ത് സെക്രട്ടറി നടപടിക്കൊരുങ്ങുന്നത്. എറവ്, പരക്കാട്, വെളുത്തൂർ, മനക്കൊടി വില്ലേജ് ഓഫീസുകളാണ് യൂസർ ഫീസ് നൽകാൻ തയ്യാറാകാത്തത്. വില്ലേജ് ഓഫീസർക്ക് നോട്ടീസ് അടുത്ത ദിവസം കൈമാറും. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എടുക്കാൻ വരുന്നതിന് ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ നിന്ന് 50 രൂപയും സ്ഥാപനങ്ങളിൽ നിന്ന് 100 രൂപയുമാണ് മാസം ഈടാക്കുന്നത്. തങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ലെന്നാണ് വില്ലേജ് അധികൃതർ പറയുന്നത്. നിർബന്ധമാണെങ്കിൽ തഹസിൽദാരെ സമീപിക്കാനാണ് മറുപടി. കുടിശ്ശിക നിവാരണ സമയത്തും വില്ലേജ് ഓഫീസ് അധികൃതരെ സമീപിച്ചെങ്കിലും അവഗണിച്ച സാഹചര്യത്തിലാണ് പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി നൽകിയതെന്ന് ഹരിതകർമ്മസേന കൺസോർഷ്യം പ്രസിഡന്റ് രാജീവ് മനോജ്, സെക്രട്ടറി ധന്യ ഉണ്ണികൃഷ്ണൻ എന്നിവർ പറഞ്ഞു. പഞ്ചവാദ്യം നടക്കുന്നതിനിടയിൽ വാദ്യകലാകാരന്മാരെ കയ്യേറ്റം ചെയ്യാൻ വടക്കാഞ്ചേരി പോലീസ് ശ്രമിച്ചതായി പരാതി. വാദ്യകലാകാരന്മാരെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും പഞ്ചവാദ്യം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നിയമ നടപടിക്കൊരുങ്ങുകയാണ് ക്ഷേത്രവാദ്യകലാ അക്കാദമി. കഴിഞ്ഞ ചൊവ്വാഴ്ച നടന്ന മുള്ളൂർക്കര തിരുവാണിക്കാവ് ക്ഷേത്ര ഉത്സവത്തിനിടയിലാണ് പഞ്ചവാദ്യ കലാകാരന്മാർക്ക് പോലീസിൽ നിന്ന് ദുരനുഭവം നേരിടേണ്ടി വന്നത്. ഉത്സവത്തിന് കൊല്ലമ്മാക്ക് കമ്മിറ്റിക്ക് വേണ്ടിയാണ് പഞ്ചവാദ്യം അവതരിപ്പിച്ചത്. വൈകിട്ട് 5 മണിയോടെ ക്ഷേത്രത്തിൽ കൊട്ടുന്നതിനിടയിൽ വടക്കാഞ്ചേരി സ്റ്റേഷനിലെ ASI ഇതിനിടയിലേക്ക് കയറി വന്ന് വാദ്യം നിർത്താൻ ആവശ്യപ്പെടുകയായിരുന്നു. അനുവദിച്ച സമയം തീരാൻ 3 മിനിറ്റ് ബാക്കി നിൽക്കുമ്പോഴാണ് സമയം തീർന്നുവെന്നും പറഞ്ഞ് ASI വാദ്യം തടയാൻ ശ്രമിച്ചത്. എന്നാൽ ക്ഷേത്രകലയായതിനാൽ പഞ്ചവാദ്യം അതിന്റെ കാലങ്ങൾ കൊട്ടിത്തീർത്തേ നിർത്തുവാൻ കഴിയുകയുള്ളൂ എന്നതാണ് ആചാരം. കൊട്ടി അവസാനിപ്പിക്കാൻ 1 മിനിറ്റ് സമയം അനുവദിക്കണമെന്ന് കമ്മിറ്റിക്കാർ ആവശ്യപ്പെട്ടപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ ഇത് കേൾക്കാൻ തയ്യാറാകാതെ കൊട്ടിക്കൊണ്ടിരുന്ന വാദ്യക്കാരെ പിടിച്ചു തള്ളുകയും മോശമായ ഭാഷയിൽ സംസാരിക്കുകയും ചെയ്തു. വാദ്യക്കാരെ തള്ളേണ്ട കാര്യമില്ലെന്നും കമ്മിറ്റിക്കാരോട് സംസാരിച്ചാൽ മതിയെന്നും മദ്ദള കലാകാരൻ സജീഷ് പറയുകയും ഇതിനെ തുടർന്ന് വാക്കേറ്റ് നടക്കുകയുമായിരുന്നു. ഇതിന്റെ പ്രതികാര നടപടിയുടെ ഭാഗമായാണ് സജീഷിനെതിരെ കേസെടുക്കുവാൻ പോലീസ് ഒരുങ്ങുന്നത്. സജീഷിനോട് ശനിയാഴ്ച സ്റ്റേഷനിൽ ഹാജരാകാൻ ASI ഫോണിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങൾ പഞ്ചവാദ്യം കൊട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ പോലീസ് ഉദ്യോഗസ്ഥൻ കയറി വരികയും കമ്മിറ്റിക്കാരുമായിട്ട് വാക്കുതർക്കം ഉണ്ടാവുകയും അതിനുശേഷം ഞങ്ങളുടെ വാദിക്കാരെ ദേഹത്ത് തൊടേണ്ട ആവശ്യമില്ല, ഞങ്ങൾക്ക് കമ്മിറ്റിക്കാരോട് പറയാം, ഞങ്ങളതിനെ കമ്മിറ്റിക്കാർ വിളിച്ചിട്ടാണ് ഞങ്ങൾ കൊട്ടാൻ വന്നേക്കണത്. പിന്നെ ഒരു പഞ്ചവാദ്യം എന്ന കലാരൂപം പെട്ടെന്ന് നമുക്ക് നിർത്താൻ പറ്റുന്ന ഒരു കലാരൂപമല്ല. അതിന് ചിട്ടയായ കാലക്രമങ്ങളിലൂടെ കാലങ്ങൾ മാറി മാറി വന്നിട്ട് വേണം നമുക്ക് ആ പഞ്ചവാദ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട്. അതിനുള്ളൊരു സമയം മാത്രമാണ് നമ്മളവിടെ ചോദിച്ചത്. വെറും പഞ്ചവാദ്യം കഴിഞ്ഞ 2 സെക്കൻഡുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വാദിക്കാരോട് ഇത്ര വളരെ മോശമായി പെരുമാറിയത്. വാദിക്കാരെ കയ്യേറ്റം ചെയ്യുകയും പഞ്ചവാദ്യം അലങ്കോലമാക്കുകയും ചെയ്ത ASIക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുവാൻ വേണ്ടി ആഭ്യന്തരമന്ത്രിക്കും ദേവസ്വം മന്ത്രിക്കും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ക്ഷേത്രവാദ്യകല അക്കാദമിയും ക്ഷേത്രവാദ്യകല തൊഴിലാളി യൂണിയനും. TCV എരുമപ്പെട്ടി. ഭൂമിയിലെ ദേവസംഗമം എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. ശനിയാഴ്ചയാണ് ആറാട്ടുപുഴ പൂരം. ദേവസംഗമത്തിന്റെ ഭാഗമായുള്ള പിടിക്കപ്പറമ്പ് പൂരം ആഘോഷിച്ചു. വെള്ളിയാഴ്ച രാവിലെ പിടിക്കപ്പറമ്പ് ആനയോട്ടം നടക്കും. രാവിലെ 8-ന് ചാത്തംകുളം ശാസ്താവ് നിലപാട് തറയിൽ എഴുന്നള്ളി നിൽക്കുന്നതോടെ ചടങ്ങുകൾ ആരംഭിക്കും. 9:30-ക്ക് ആനയോട്ടം തുടങ്ങും. ചക്കംകുളം, നാങ്കുളം, ചിറ്റിച്ചാത്തക്കുളം, മേടംകുളം, കോടന്നൂർ, നെട്ടിശ്ശേരി ശാസ്താക്കന്മാരും എടക്കുന്നി, തൈക്കാട്ടുശ്ശേരി, തൊട്ടിപ്പാൾ ഭഗവതിമാരും ആനയോട്ടത്തിൽ പങ്കെടുക്കും. ചേർപ്പ്, ഊരകം, ആറാട്ടുപുഴ ദേവീ ദേവന്മാരും പിടിക്കപ്പറമ്പിൽ എഴുന്നള്ളിയെത്തും. ആറാട്ടുപുഴ പൂരത്തിൽ പങ്കാളികളായ അന്തിക്കാട്, ചൂരക്കോട് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. പച്ചാമ്പിള്ളി മനയിൽ നിന്ന് പുറപ്പെട്ട് വെള്ളൂർ വൈക്കത്ത് മന ഗുരുദേവ മന്ദിരം പറയെടുപ്പ് കഴിഞ്ഞ് തിരിച്ച് ചൂരക്കോട് ഭഗവതി ക്ഷേത്രത്തിലെത്തി അന്തിക്കാട് ഭഗവതിയെ സ്വീകരിച്ചു. തുടർന്ന് പകൽപൂരം എഴുന്നള്ളിപ്പ്, പറനിറയ്ക്കൽ, മണ്ഡപത്തിൽ ഇറക്കി എഴുന്നള്ളിപ്പ് കഴിഞ്ഞ് ഭഗവതിമാർ ഉപചാരം ചൊല്ലിപ്പിരിഞ്ഞു. ക്ഷേത്രക്കുളത്തിൽ ആറാട്ടും നടന്നു. ക്ഷേത്രം മേൽശാന്തി പാതൂർ മഠം രാമചന്ദ്രൻ സ്വാമി ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ആറാട്ടുപുഴ പൂരത്തിന് മുന്നോടിയായുള്ള കിഴക്കേക്കരയിലെ ഗ്രാമപ്രദക്ഷിണത്തിനായി തൃപ്രയാർ തേവർ സ്വന്തം പള്ളിയോടത്തിൽ പുഴ കടന്നു. നിയമവിധിക്ക് ശേഷമാണ് കിഴക്കേനട പൂരത്തിനും ഊരായ്മക്കാർ ഇല്ലങ്ങളിലെ പൂരത്തിനുമായി തേവർ പള്ളിയോടത്തിൽ പുഴ കടന്നത്. കുത്തുവിളക്കിനു മുന്നിൽ ചേങ്ങിലയിൽ ഘടിപ്പിച്ച തേവരുടെ കോലം കുടശാന്തി പിടിച്ചു.
ഇരു കരകളിൽ നിന്നും ശംഖുനാദം ഉയർന്നതോടെ കിഴക്കേനട പൂരത്തിനായി എഴുന്നള്ളിയ തേവരുടെ പള്ളിയോടം തൃക്കൂൾ ശാന്തി തുഴഞ്ഞു. കിഴക്കേക്കടവിൽ ചിരാതുകൾ തെളിയിച്ച് ഭക്തർ തേവരെ സ്വീകരിച്ചു. കിഴക്കേനട പൂരത്തിന് എഴുന്നള്ളിയ തേവരുടെ കോലം മീനാട് വിനായകൻ വഹിച്ചു. കൂറ്റനാട് വിഷ്ണുവും കൊളക്കാടൻ ശിവപ്രസാദും ഇടം വലം കൂട്ടായി അണിനിരന്നു. കിഴക്കേനട പൂരത്തിന് ശേഷം ക്ഷേത്രം ഊരായ്മക്കാരായ ചേലൂർ പുന്നപ്പിള്ളി മനകളിലേക്ക് പുറപ്പെട്ടു. വെള്ളിയാഴ്ച രാവിലെ ക്ഷേത്രത്തിൽ തിരിച്ചെഴുന്നള്ളുന്ന തേവർക്ക് പുത്തൻകുളത്തിൽ ആറാട്ട് നടത്തും. വൈകിട്ട് പള്ളിയോടത്തിൽ സ്വർണ്ണക്കോലത്തിൽ പുഴ കടക്കുന്ന തേവർ ആമലത്തുപടിക്കൽ നിയമവിധി കഴിഞ്ഞ് തന്ത്രി ഇല്ലം പൂരത്തിനും കുട്ടൻകുളം ആറാട്ടിനുമായി എഴുന്നള്ളും. ദുരിതം നിറഞ്ഞ ജീവിതയാത്രയിൽ നിസ്സഹായരായി ഒരമ്മയും മകനും. ഒരുമനയൂർ കഴുത്താക്കൽ കാളിത്തൊടിയിൽ സീനത്തും ഭിന്നശേഷിക്കാരനായ മകൻ അസ്ലഫും 11 വർഷമായി താമസിക്കുന്നത് ഇടിഞ്ഞു വീഴാറായ വാടക വീട്ടിൽ. ഭർത്താവ് ഉപേക്ഷിച്ച സീനത്തിന് ബുദ്ധിമാന്ദ്യം സംഭവിച്ച മകനെ നോക്കേണ്ടി വരുന്നതിനാൽ ജോലിക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മകന്റെ ചികിത്സാ കാര്യങ്ങൾ പോലും സന്നദ്ധ പ്രവർത്തകരുടെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. മകൻ അസ്ലഫ് ഗുരുവായൂരിലുള്ള ഇൻസൈറ്റ് സ്പെഷ്യൽ സ്കൂൾ +1 വിദ്യാർത്ഥിയാണ്. മോനെ വിചാരിച്ചിട്ടാണ് അന്ന് ഞാൻ ജീവിക്കുന്നത്. അല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ അറിയാവുന്ന വേറെ ആൾക്കാരും അറിയാണ്ട് എനിക്കന്ന് ഈ മോനിക്ക് ജീവിക്കുന്നില്ല. ഇടിഞ്ഞു പൊളിഞ്ഞു വീടാറായ ഓടുമേഞ്ഞ വീട്ടിലാണ് ഇരുവരും താമസിക്കുന്നത്. വീടിന്റെ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്തെല്ലാം തുണി തിരുകിയ നിലയിലാണ്. പാമ്പിന്റെ ശല്യമുള്ളതിനാൽ ധൈര്യമായി കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അവർക്ക് ഒരു മകനാണുള്ളത്. അത് ഭിന്നശേഷിയുള്ള കുട്ടിയാണ്. 21 വയസ്സായി. ഭർത്താവാണെങ്കിൽ ഉപേക്ഷിച്ചിട്ട് 11 വർഷത്തോളമായി. സ്വന്തമായി ഭൂമിയോ വീടോ ഇല്ല. അവര് വാടകയ്ക്കാണ് ഇവിടെ താമസിക്കുന്നത്. ആ ഓണറുടെ ഒരു സഹായം മൂലം ഇത്രത്തോളം പിടിച്ചു നിൽക്കുന്നത്. വീടാണെങ്കിൽ ആകെ തകർന്ന് വീഴാറായ സ്ഥിതിയാണ്. 3 കൊല്ലം മുൻപേയാണ് വൈദ്യുതി കണക്ഷൻ പോലും ലഭിച്ചത്. ആത്മഹത്യയുടെ വക്കിലാണ് ഇരു ജീവനുകളുമെന്ന് സീനത്ത് പറയുന്നു. വയ്യാത്ത മകനെയും കൊണ്ട് എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത അവസ്ഥയിലാണ് ഈ അമ്മ. TCV ചാവക്കാട്. എടപ്പാളിൽ KSRTC ബസും ഗുഡ്സ് വാനും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചു. 10ഓളം പേർക്ക് പരിക്കേറ്റു. ഗുഡ്സ് വാഹനത്തിന്റെ ഡ്രൈവർ പാലക്കാട് സ്വദേശി 50 വയസ്സുള്ള രാജേന്ദ്രൻ, തിരുവനന്തപുരം സ്വദേശി സുകുമാരൻ എന്നിവരാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് പോയിരുന്ന KSRTC സ്വിഫ്റ്റ് ബസും കൊറിയർ സർവീസ് നടത്തുന്ന ഗുഡ്സ് വാനുമാണ് കൂട്ടിയിടിച്ചത്. അപകടത്തെ തുടർന്ന് വാഹനത്തിനുള്ളിൽ കുടുങ്ങിയ വാൻ ഡ്രൈവറെ ഫയർഫോഴ്സ് എത്തിയാണ് പുറത്തെടുത്തത്. KSRTC ബസ്സിലെ യാത്രക്കാരായ 10ഓളം പേർക്കാണ് പരിക്കേറ്റത്. കുറാഞ്ചേരിയിൽ ബസ്സിൽ ടിപ്പർ ലോറിയിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. തിരുവില്ലാമലയിൽ നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന വട്ടപ്പറമ്പിൽ എന്ന സ്വകാര്യ ബസ്സിൽ ക്വാറിയിൽ നിന്ന് ഇറക്കം ഇറങ്ങി വന്ന ടിപ്പർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. അപകടത്തെ തുടർന്ന് ടിപ്പർ മറ്റൊരു മിനി ലോറിയിൽ ഇടിച്ചാണ് നിന്നത്. വടക്കാഞ്ചേരി മേൽപ്പാലത്തിന് സമീപം പിക്കപ്പ് വാൻ താഴ്ചയിലേക്ക് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. ഷൊർണൂരിൽ നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന പിക്കപ്പ് വാനാണ് നിയന്ത്രണം വിട്ട് 10 അടിയോളം താഴ്ചയിലേക്ക് മറിഞ്ഞത്. വാഹനത്തിലുണ്ടായിരുന്ന ഡ്രൈവർക്കും സഹായിക്കുമാണ് പരിക്കേറ്റത്. ദേശമംഗലത്ത് അനധികൃതമായി മണൽ കടത്തിപ്പോകുകയായിരുന്ന ടിപ്പർ ലോറി ചെറുതുരുത്തി പോലീസ് പിടികൂടി. SI സുഭാഷിന് കിട്ടിയ രഹസ്യവിവരത്തെ തുടർന്ന് നൈറ്റ് പെട്രോളിംഗ് സംഘമാണ് വരവൂർ സ്കൂളിന് മുന്നിൽ വെച്ച് ലോറി പിടികൂടിയത്. സംഭവവുമായി ബന്ധപ്പെട്ട് ദേശമംഗലം സ്വദേശി പല്ലൂർ വറവൂട്ടൂർ കാക്കാടത്ത് വീട്ടിൽ അബ്ദുൾ സമദിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. PWD വർക്ക് എന്ന ബോർഡ് എഴുതിയാണ് ടിപ്പർ ലോറി മണൽ കടത്ത് നടത്തിയിരുന്നതെന്ന് പോലീസ് പറഞ്ഞു. ചെറുതുരുത്തി SI EV സുഭാഷ്, CPO TP സഞ്ജു, ഹോംഗാർഡ് KK വേലായുധൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് മണൽ കടത്ത് പിടികൂടിയത്. അപൂർവ രോഗം ബാധിച്ച മകളെ ചികിത്സിക്കാൻ പണം ചിലവഴിച്ച് ജപ്തി ഭീഷണിയിലായ ഗൃഹനാഥൻ കാരുണ്യമതികളുടെ സഹായം തേടുന്നു. ചേറ്റുപുഴയ്ക്കടുത്ത് കണ്ണാപുരം കരിമ്പനത്താഴത്ത് താമസിക്കുന്ന എലുവത്തിങ്കൽ താരു തോമസാണ് ഏക മകളെ ബാധിച്ച രോഗം ചികിത്സിച്ച് കടബാധിതയിലായത്. മകൾ ഡെല്ല തോമസിന് ഇപ്പോൾ 25 വയസ്സുണ്ട്. മസിലുകളും ഞരമ്പുകളും തളരുന്ന രോഗമാണ് മകളെ ബാധിച്ചിരിക്കുന്നത്. 7 വയസ്സുള്ളപ്പോൾ വീണ് ചെറിയ പരിക്കേറ്റിരുന്നു. അന്നത് കാര്യമാക്കിയില്ല. പിന്നീട് എഴുതുന്നതിനും മറ്റും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടപ്പോഴാണ്
ഡോക്ടറെ സമീപിക്കുന്നത്. കൃത്യമായ രോഗകാരണം അന്നും കണ്ടുപിടിക്കാനായിരുന്നില്ല. തുടർന്ന് ആയുർവേദവും അലോപ്പതിയുമായി പല ഡോക്ടർമാരെയും മാറി മാറി കാണിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കൈവിരലുകളുടെയും കാൽവിരലുകളുടെയും ബലം കുറഞ്ഞു വന്നു. ഇടയ്ക്ക് രക്തത്തിന്റെ കൗണ്ട് കുറഞ്ഞു പോകുന്ന അസുഖവുമുണ്ട്. ഈ അവസ്ഥയിലെത്തിയാൽ പിന്നെ ആഴ്ചകളോളം മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സിക്കണം. ഭാര്യയെ മകളുടെ അടുത്തിരുത്തി മരുന്ന് വാങ്ങുന്നതിനും ഭക്ഷണം വാങ്ങുന്നതിനും തോമസ് തന്നെ പോകും. അതുകൊണ്ട് തന്നെ തോമസിന് കൃത്യമായി ജോലിക്ക് പോകാനും കഴിയുന്നില്ല. അങ്ങനെയാണ് തൃശൂർ സർവീസ് കോർപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും എടുത്തിരുന്ന ലോൺ തിരിച്ചടയ്ക്കാനാകാതെ പോയത്. ഓരോ ട്രീറ്റ്മെന്റിന് പോകുമ്പോഴും ഒറ്റ ദിവസം മാത്രമല്ല, കുറേ അധികം 3-4 മാസമൊക്കെ ആശുപത്രി കിടക്കേണ്ട ഒരു അവസ്ഥയാണ്. അങ്ങനെ ട്രീറ്റ്മെന്റ് തുടരെ വന്നപ്പോഴാണ് ഈ ക്രെഡിറ്റ് ഈ കടമെടുത്തത്. അതിങ്ങനെ ആശുപത്രി കേസ് കൊല്ലത്തിന് 3-4 തവണ വരുമ്പോൾ അത് അടയ്ക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. മകൾ ഡെല്ലയെ തിരുവനന്തപുരത്ത് ശ്രീചിത്രയിലും ബാംഗ്ലൂരിലും ബോംബെയിലുമെല്ലാം കൊണ്ടുപോയി ചികിത്സിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഇപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ ബികോം വരെ പഠനം പൂർത്തിയാക്കി. ഒളരി ലിറ്റിൽ ഫ്ലവർ സ്കൂളിലും എൽത്തുരുത്ത് സെന്റ് അലോഷ്യസ് ഹയർ സെക്കൻഡറി സ്കൂളിലുമായി +2 വരെയും തൃശൂർ സെന്റ് തോമസ് കോളേജിൽ നിന്ന് ബികോം ഡിഗ്രിയും പഠിച്ചു. ഇവരുടെ കഷ്ടതകൾ അറിഞ്ഞ് സിയോൺ ഔട്ട്റീച്ച് മിനിസ്ട്രിയാണ് ആകെയുള്ള 5 സെന്റ് സ്ഥലത്ത് 650 സ്ക്വയർ ഫീറ്റിൽ വീട് നിർമ്മിച്ചു നൽകിയത്. ഈ വീടാണ് ഇപ്പോൾ ജപ്തി ഭീഷണി നേരിടുന്നത്. വിവരങ്ങൾ അറിഞ്ഞ് തോമസിന്റെ SSLC ബാച്ചിലെ സഹപാഠികൾ ഒത്തുചേർന്ന് 67,000 രൂപ സമാഹരിച്ചു നൽകി. ഇത് പലിശ മാത്രമേ ആയിട്ടുള്ളൂ. ഇനി 4 ലക്ഷം രൂപയാണ് ബാധ്യതയുള്ളത്. മകളുടെ അപൂർവ രോഗം മൂലം ബാധ്യതയിലായ തോമസിന്റെ കുടുംബത്തെ സഹായിക്കാൻ മനസ്സുള്ളവർ ബാങ്ക് ഓഫ് ബറോഡ പുല്ലഴി ബ്രാഞ്ചിലെ 114201000285 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. തീരക്കടലിൽ അനധികൃത മത്സ്യബന്ധനമായ കരവലി നടത്തിയ ബോട്ട് ഫിഷറീസ് വകുപ്പ് പിടിച്ചെടുത്ത് പിഴ ചുമത്തി. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റിന്റെ പരിശോധനയിലാണ് എറണാകുളം സ്വദേശി നെടിയാറ വീട്ടിൽ ശ്രീലാലിന്റെ ഉടമസ്ഥതയിലുള്ള മയിൽവാഹനം എന്ന ബോട്ട് പിടികൂടിയത്. തീരക്കടലിൽ നിന്നും കൂട്ടത്തോടെ മത്സ്യങ്ങളെ കോരിയെടുത്ത് മത്സ്യബന്ധനം നടത്തുന്ന നിരോധിത മത്സ്യബന്ധന രീതിയാണ് കരവലി. ഇത്തരം മത്സ്യബന്ധനം മത്സ്യസമ്പത്ത് കുറയാനിടയാക്കുമെന്ന് ചൂണ്ടിക്കാണിച്ച് പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നൽകിയ പരാതിയെ തുടർന്ന് അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ MF പോളിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് തീരക്കടലിൽ നടത്തിയ പരിശോധനയിലാണ് ബോട്ട് പിടികൂടിയത്. ബോട്ടുടമയ്ക്കെതിരെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം കേസെടുത്ത് തൃശൂർ ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് റിപ്പോർട്ട് ചെയ്തു. അനധികൃത മത്സ്യബന്ധനം നടത്തിയതിന് 2.5 ലക്ഷം രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. FEO അശ്വിൻ രാജ്, AFEO സംന ഗോപൻ, മറൈൻ എൻഫോഴ്സ്മെന്റ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ VN പ്രശാന്ത് കുമാർ, VM ഷൈബു, ER ഷിനിൽകുമാർ, സീ റെസ്ക്യൂ ഗാർഡ്മാരായ അൻസാർ, പ്രസാദ്, സ്രാങ്ക് ദേവസി തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ഡോക്ടർ RLV രാമകൃഷ്ണനെതിരെ ജാതി അധിക്ഷേപവുമായി കലാമണ്ഡലം സത്യഭാമ ജൂനിയർ. വിവാദമായത് യൂട്യൂബ് ചാനലിലെ പരാമർശം. നിയമ നടപടി സ്വീകരിക്കുമെന്ന RLV രാമകൃഷ്ണൻ, രാമകൃഷ്ണന് പിന്തുണയുമായി മന്ത്രിമാർ. സത്യഭാമയെ തള്ളി കേരള കലാമണ്ഡലം. ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയും തൃശൂരിൽ കൂടിക്കാഴ്ച നടത്തി. വ്യക്തിപരവും പൊതുവായ കാര്യങ്ങളുമാണ് സംസാരിച്ചതെന്ന് മാർ ആൻഡ്രൂസ് താഴത്ത്. തൃശൂർ പോസ്റ്റ് ഓഫീസ് റോഡിൽ ഏർപ്പെടുത്തിയ വൺവേ സംവിധാനം പിൻവലിച്ചു. വ്യാപാരികളുടെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് വൺവേ പിൻവലിച്ചത്. കാടുകയറി നശിച്ചുകൊണ്ടിരുന്ന അയ്യന്തോൾ കുട്ടികളുടെ പാർക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആരംഭിച്ച നവീകരണ പദ്ധതി പൂർത്തീകരിക്കാത്തതിനെ തുടർന്ന് സ്വകാര്യ ധനകാര്യ ബാങ്കാണ് പണികൾ ഏറ്റെടുത്ത് പൂർത്തീകരിച്ചത്. സംസ്ഥാനത്ത് സ്വർണ്ണവില സർവകാല റെക്കോർഡിൽ. ഗ്രാമിന് 100 രൂപ വർദ്ധിച്ച് 6,180 രൂപയായി. 49,440 രൂപയാണ് ഒരു പവന്റെ വില. കനത്ത ചൂടിൽ നാട്ടിക പള്ളം ബീച്ചിൽ വിരിഞ്ഞിറങ്ങിയ കടലാമ കുഞ്ഞുങ്ങളെ ചത്ത നിലയിൽ കണ്ടെത്തി. 100-ലധികം കടലാമ കുഞ്ഞുങ്ങളെയാണ് ചുട്ടുപഴുത്ത മണലിൽ ചത്ത നിലയിൽ കണ്ടെത്തിയത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.